ഞാൻ പ്രസംഗിച്ച് നിങ്ങൾ പ്രസംഗിച്ചെന്നുള്ള ഭാഗം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. ഞാൻ പറഞ്ഞത് ഈ മാധ്യമങ്ങൾ നെഗറ്റിവിറ്റി പ്രചരിപ്പിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ കേട്ടല്ലോ, ഫിക്കിയുടെ യോഗത്തിൽ സേവനാവകാശ നിയമം അറിയുന്ന ആരെങ്കിലും ഉണ്ടോയെന്ന് വെച്ചപ്പോൾ ആരും കൈവക്കില്ലല്ലോ. IMG റിപ്പോർട്ടിൽ പറയുന്ന കഴിഞ്ഞ സേവനാവകാശ നിയമം ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ മാധ്യമങ്ങൾ ഒട്ടും തന്നെ ശ്രമിച്ചില്ല എന്ന് IMG റിപ്പോർട്ട് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വസ്തുതകളും പോസിറ്റീവായ കാര്യങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ ഒട്ടും തന്നെ താല്പര്യം കാണിക്കുന്നില്ല എന്ന വിമർശനമാണ് മുന്നോട്ട് വെച്ചത്. അല്ലാതെ ഏതെങ്കിലും ഒരു പാട്ട് മാത്രം കേട്ടിട്ട് ആളുകൾ വോട്ട് ചെയ്യുന്നുള്ളതല്ല. അത്തരം പ്രചാരവേലകൾ ഇത്തരം പ്രചാരവേലകൾ മാധ്യമങ്ങൾ തുടർച്ചയായി കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. അത് ജനങ്ങളിലേക്ക് വസ്തുതകൾ എത്തിക്കും. ഇപ്പോൾ നോക്കൂ, ഏറ്റവും പ്രധാനപ്പെട്ട എന്തെന്ന്, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടൻ തന്നെ കോൺഗ്രസിൽ നിന്ന് മുഴുവൻ ആളുകളും BJPയിലേക്ക് പോയില്ലേ. അപ്പോൾ പ്രതിപക്ഷ നേതാവ് നിങ്ങളോട് പറഞ്ഞു അവർ BJPയിലേക്ക് പോയിട്ടില്ല, അവർ തുടരുകയാണ്. അപ്പോൾ നിങ്ങളതെല്ലാം കേട്ടു. അപ്പോൾ BJPയുടെ പിന്തുണയോടുകൂടി വൈസ് പ്രസിഡൻ്റായിട്ട് ഇപ്പോഴും അവിടെ തുടരുന്ന ആളാരാ? കോൺഗ്രസിൻ്റെ ആളല്ലേ. കുമരകത്ത് എങ്ങനെയാണ് സംഭവിച്ചത്? നാം കാണേണ്ടത് കേരളത്തിലെ കോൺഗ്രസിൻ്റെ മനസ്സ് BJPയാണ്. എന്നും BJPയെ സ്തുതിക്കുന്ന ശശി തരൂർ കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി മെമ്പറല്ലേ. കോൺഗ്രസിന് BJP എപ്പോഴും BJP വിട്ടപ്പോൾ RSSനെ സ്തുതിക്കുന്നതിലല്ലേ കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതാക്കളുടെ മത്സരം. നേരത്തെ BJPയും നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാണ് സ്തുതിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ അത് മാറി RSSനെ സ്തുതിക്കുന്നതിൽ കേരളത്തിലെയും ഇന്ത്യയിലെയും കോൺഗ്രസിൻ്റെ നേതൃത്വം മത്സരിക്കല്ലേ. അപ്പം അങ്ങനെ പാകപ്പെടുത്തിയെടുത്ത ഒരു BJP മനസ്സുള്ള ആളുകളാണ് അതിവേഗത്തിൽ കേരളത്തിൽ ഒന്നിച്ച്. അരുണാചലിൽ 43-ൽ 42 പോയെങ്കിൽ ഇവിടെ എല്ലാവരും എട്ടും തന്നെ നേരെ BJPയിലേക്ക് പോകുന്നൊരു സാഹചര്യം വന്നിരിക്കുന്നു. ഇതിനെന്തെങ്കിലും ഒരു ന്യായമായ എത്ര ലാഘവത്വത്തോടു കൂടിയാണ് ആ പ്രശ്നത്തെ സമീപിച്ചത്. അത് CPM വിരുദ്ധ രാഷ്ട്രീയം മാത്രം കേരളത്തിൽ കൈകാര്യം ചെയ്യുന്ന കോൺഗ്രസിൻ്റെ ഈ അവസ്ഥ നാം ശരിയായ രൂപത്തിൽ കാണണം. അതുപോലെ വയനാട് നോക്കുമ്പോൾ 200 വീടുകളുടെ കോൺക്രീറ്റൊക്കെ പൂർത്തീകരിച്ച് പോയല്ലോ. ശരിക്കും ഒരു 10 ദിവസത്തെ ന്യൂസ് അവർ ചർച്ച ചെയ്യേണ്ടതാണല്ലോ. പണം വാങ്ങിയത് എവിടെ പോയി എന്ന് കല്ലിടും. ഒരു കാര്യം പോലും നടക്കുന്നില്ലല്ലോ. ഇതുപോലെ ജനങ്ങളെ വഞ്ചിച്ച ഒരു സമീപനം കേരളത്തിൽ എങ്ങനെ മുന്നോട്ട് പോകുന്നൊരു പാർട്ടി? ഇതെല്ലാം നിങ്ങൾ വേണ്ടത്ര ചർച്ച ചെയ്യുന്നില്ല എന്നാണ് ഞാൻ ഉന്നയിച്ചത്. ബുൾഡോസർ രാജ് ഇപ്പോൾ അവർ തന്നെ സമ്മതിച്ചു. ഇപ്പോൾ ചിലർ പറയുന്നുണ്ട് ഇപ്പോൾ രേഖകളില്ല, അതിൻ്റെ വ്യത്യസ്തമാണെന്ന് പറയും. അപ്പോൾ ഇവിടെ രേഖകളില്ലാത്തവരൊക്കെ ബുൾഡോസർ വെച്ചാണോ UDF വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ മുനമ്പത്ത് രേഖയില്ലെന്ന് 10 മിനിറ്റ് പരിഹാരം ഇപ്പോൾ മനസ്സിലായില്ലേ. രേഖകളില്ലാത്തവർ ഒഴിപ്പിക്കുന്നതിൻ്റെ 10 മിനിറ്റ് പരിഹാരം ഇതാ, ബുൾഡോസർ വെച്ചങ്ങ് ഓടിച്ചാൽ മതി, നേരെ ഒഴിവാക്കാൻ കഴിയും. അപ്പോൾ അത് BJP നേരത്തെ ചെയ്യുന്നത് ഇപ്പോൾ കോൺഗ്രസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതിനെ ലാഘവത്വത്തോടു കൂടി കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം കാണുന്നു, അവിടുത്തെ കോൺഗ്രസ് നേതൃത്വം കാണുന്നു. കർണാടകയുടെ കാര്യത്തിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇടപെടണ്ട എന്ന് കോൺഗ്രസിൻ്റെ ഒരു നേതാവായിട്ടുള്ള അവിടുത്തെ ഭരണാധികാരിയിലെ പറയുന്നത്. അപ്പോൾ നേരത്തെ UPയിലും അതുപോലെ തന്നെ മറ്റ് സ്ഥലങ്ങളിലും രാഹുൽ ഗാന്ധി ചെല്ലുമ്പോൾ ഇവിടെ ഞങ്ങളുണ്ട് എന്ന് യോഗി ആദിത്യനാഥ് പറയുന്ന അതേ സ്വരമല്ലേ ശിവകുമാറിനുള്ളത്. ഇവിടുത്തെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറയുന്ന അതേ സ്വരം രാഹുൽ ഗാന്ധി എന്താ ഇങ്ങോട്ട് പോകാത്തത്? അപ്പോൾ അതിനെന്തുകൊണ്ട് കോൺഗ്രസ് വിലക്കിയില്ല? അങ്ങനെ പറഞ്ഞ് തെറ്റായി പോയി, അത്തരം കാര്യങ്ങളിൽ ഇങ്ങനെ നിലപാട് സ്വീകരിക്കാൻ പാടില്ല എന്ന് എന്തുകൊണ്ട് കോൺഗ്രസ് അഖിലേന്ത്യാ നേതൃത്വം നിലപാട് സ്വീകരിക്കുന്നില്ല? അപ്പോൾ ഈ മറ്റത്തൂർ പഞ്ചായത്തിലെ മെമ്പർമാരുടെ മനസ്സ് തന്നെയാണ് ഗണഗീതം പാടിയ ആളില്ലേ ശിവകുമാർ, അദ്ദേഹം അസംബ്ലിയിൽ പാടിയില്ലേ, അതിനെ സ്തുതിച്ച ആളല്ലേ. അപ്പോൾ ആ പ്രവർത്തനം അവരിൽ ഉണ്ടാകുന്നു എന്ന് മാത്രം കണ്ടാൽ മതി.